കന്നി അവസരത്തിൽ തന്നെ കവിത്വം തുളമ്പുന്ന പാട്ടുകൾ എഴുതി സിനിമാ ലോകത്തിന്റെ ആകെ ശ്രദ്ധ പിടിച്ചുപറ്റുകയായിരുന്നു ദേവദാസ്. ബാലചന്ദ്ര മേനോൻ എന്ന പ്രതിഭാശാലിയായ സംവിധായകന്റെ സിനിമയിലൂടെ അരങ്ങേറ്റം കുറിക്കാനായതും ഈ പാട്ടെഴുത്തുകാരന് ഭാഗ്യമായി. പിൽക്കാലത്ത് മേനോന്റെ തന്നെ കുറെ അധികം സിനിമകളിൽ ശ്രദ്ധേയമായ പാട്ടുകൾക്ക് രചന നിർവഹിച്ചതും ഇദ്ദേഹം തന്നെയാണ്. ആദ്യം എന്നോട് ബാലേന്ദ്ര മേനോൻ സിറ്റുവേഷനൊക്കെ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. സിറ്റുവേഷനൊക്കെ പറഞ്ഞപ്പം എനിക്ക് പാട്ടിനെ പറ്റിയൊക്കെ ഇങ്ങനെ എഴുതണമെന്നൊക്കെ എനിക്കൊരു ഐഡിയ എൻ്റെ മനസ്സിൽ തോന്നി. അപ്പം ഞാൻ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് നടന്ന കാർത്തിക ഹോട്ടലിലേക്ക് പോകുന്നത്. അപ്പം പോയപ്പോൾ ഈ പാട്ട് എഴുതുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ തെളിഞ്ഞ ഒരു പാട്ടാണ് കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണെ. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കാർത്തിക ഹോട്ടലിൽ ചെന്നിട്ട് ഉച്ചയ്ക്ക് മുന്നേ ആ പാട്ടെഴുതി ബാലേന്ദ്രമേനോനെ കാണിച്ചപ്പോൾ ബാലേന്ദ്രമേനോൻ പറഞ്ഞ് ദേവാസ് ഇത് തന്നെ ഇതാ എന്ന് പറഞ്ഞ് പുള്ളി ഒരു ട്യൂണിട്ട് പുള്ളി അന്നേരം തന്നെ പുള്ളി അത് പാടാൻ തുടങ്ങി. അപ്പം നാളെ റെക്കോർഡിങ് ആണെങ്കിൽ ഇന്നാണ് ഞാനും ബാലേന്ദ്രമേനോനും മദ്രാസിലെത്തുന്നത്. പക്ഷേ ഇവിടുന്ന് പോകുമ്പോഴേ എനിക്ക് ടെൻഷൻ എന്ന് വെച്ചാൽ ഞാൻ ഒരു നാടകത്തിൽ അങ്ങനെ പാട്ടെഴുതിയിട്ടില്ല, പിന്നെ AARല പാട്ടെഴുതിയിട്ടില്ല, പാട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്, അവരൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഇതെല്ലാം നമുക്ക് ടെൻഷൻ. അപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിൽ ഒരുപാട് തിരുത്തും ഒക്കെ വരും, അവരുടെ സംഗീതത്തിനനുസരിച്ച് മാറ്റം ഒക്കെ വരും. അപ്പം നാളെ റെക്കോർഡിങ് ഇന്നവിടെ ചെല്ലുക എന്താന്ന്. അപ്പം പെട്ടെന്ന് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞ് നമ്മൾ ഇരുന്നില്ലല്ലോ, ഇന്ന് ഹോട്ടൽ സുധാരായില്ല, പുള്ളിക്ക് ഒരു റൂമുണ്ട് ശ്യാമിന്, അവിടെ നമുക്ക് ഇരിക്കാം, ഒരു 9 മണിയാകുമ്പം ഞങ്ങൾ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ബാലേന്ദ്രമേനോനും അവിടെ ചെല്ലുന്നു. പുള്ളി പെട്ടെന്ന് എല്ലാം വന്ന് ഇതിൻ്റെ കമ്പോസിങ് ഔപചാരികമായിട്ട് എൻ്റെ കമ്പോസിങ് ഒക്കെ തുടങ്ങി. പക്ഷേ ഈ 4 പാട്ടും ഞാൻ വളരെ ടെൻഷനോടുകൂടി ഇരിക്കും. അപ്പം ഞാൻ അന്നേരമൊക്കെ ബാലേന്ദ്രമേനോട് പറയും, ഈ പാട്ട് വല്ല മാറ്റം വരുന്നത് എങ്ങനെയാണ്, മാറ്റം വന്നാൽ നമ്മൾ ഉടനെ എഴുതി കൊടുക്കണോ, അതൊക്കെ നമുക്ക് നോക്കണം ദേവദാസേ, ധൈര്യമായിട്ടിരുന്ന് പറഞ്ഞു. പക്ഷേ 4 പാട്ടും ഇല്ല, ഒരു പുള്ളി മാറ്റേണ്ടി വന്നില്ല. പുള്ളി അതെല്ലാം കറക്റ്റായിട്ട് ചെയ്തു വച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളെ ഒന്ന് പാടി കേൾപ്പിച്ചെന്ന് മാത്രം. ഇവിടെ എന്നും പ്രകീർത്തിക്കപ്പെടുന്ന കുറേയേറെ പാട്ടുകൾ സംഭാവന ചെയ്തിട്ടും ദേവദാസിന് അതിന് തക്ക പ്രശസ്തി നേടാനായില്ല. ഒരുപാട് പേർ ഒരുപാട് ആവർത്തി കേട്ട മധുര മനോഹര ഗാനങ്ങളുടെ ശില്പി പക്ഷേ അറിയപ്പെട്ടത് ആദ്യ സിനിമയിലെ ആദ്യ ഗാനത്തിലൂടെ മാത്രമായിരുന്നു. മലയാളികൾ ഇന്നും മൂളി നടക്കുന്ന, കേട്ട് താളം പിടിക്കുന്ന എത്രയെത്ര ഹിറ്റ് പാട്ടുകൾക്കാണ് ഇദ്ദേഹത്തിന്റെ കവിഭാവന ചന്തം പകർന്നിരിക്കുന്നത്. ഞാൻ ഒരുപാട് പടത്തിനും പാട്ടുകളും ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരുപാട് മ്യൂസിക് ഡയറക്ടർമാരുമായിട്ടൊക്കെ സഹകരിച്ച് പാട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എന്നെ കാട്ടുകുറിഞ്ഞിപ്പൂവിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. പക്ഷെ അന്ന് അതിനേക്കാളും അന്ന് ആ അവസരത്തിലൊന്നും എനിക്ക് വേണ്ടത്ര ഒരു പ്രശസ്തിയൊന്നും കിട്ടിയില്ല. അതിനുശേഷം കലിക, ദേവരായ മാഷുമായിട്ട് കലിക, താളം മനസ്സിൻ്റെ താളം, നട്ടുച്ച കേട്ട്, നിങ്ങളിലൊരു സ്ത്രീ, അങ്ങനെ കുറേ പടം ചെയ്തു. അതിലേക്ക് ആ പാട്ടൊന്നും പുറത്തിറങ്ങിയൊന്നുമില്ല ദേവരായ മാഷ്, പക്ഷേ പാട്ടൊക്കെ വളരെ നല്ല പാട്ടുകളായിരുന്നു. മലയാളത്തിലെ ശ്രദ്ധേയരായ ഒട്ടുമിക്ക സംഗീത സംവിധായകർക്കുമൊപ്പം പ്രവർത്തിക്കുവാനുള്ള അവസരം ദേവദാസിനുണ്ടായിട്ടുണ്ട്. വാക്കുകളുടെ മാന്ത്രികത നിറച്ച വരികൾ എഴുതി തന്റെ ഓരോ രചനയെയും മധുരം തുളമ്പുന്നതാക്കുകയും ചെയ്തു ഈ കലാകാരൻ. ആസ്വാദക ലക്ഷങ്ങളുടെ ഹൃദയങ്ങളിൽ പാട്ടിന്റെ തേന്മഴ പെയ്യ്ക്കുകയും ചെയ്തു ഇദ്ദേഹം. പക്ഷെ അത് കഴിഞ്ഞ് പ്രേമഗീതങ്ങൾക്ക് എന്നോട് സിറ്റുവേഷനൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ ഞാൻ കൊല്ലത്ത് വെച്ച് തന്നെ പാട്ടെഴുതി. അങ്ങനെ പാട്ടൊക്കെ വളരെ ഓക്കെ ചെയ്ത് ഞങ്ങൾ ജോൺസനെ കൊണ്ട് ജയിക്കാൻ ആയിട്ട് പോവുക. അപ്പം ജോൺസൺ അന്ന് ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര പ്രശസ്തനായില്ല. അപ്പം പാങ്ക്രോ ഹോട്ടലില്ല കമ്പോസിങ് ഒക്കെ. അവിടെ വന്നപ്പം ജോൺസണുമായിട്ട് പരിചയപ്പെട്ട് അപ്പം ഞാൻ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോടൊന്നും മിണ്ടില്ല. പക്ഷെ ബാലേന്ദ്രമേനോട് എന്നിട്ട് പറഞ്ഞ് ഞാൻ കുറച്ച് ട്യൂണൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം തുടക്കക്കാരനൊക്കെ പറഞ്ഞ്
ആ ഒരു ട്യൂണിലെ പാട്ട് എഴുതിയ ഏറ്റവും നന്നായിരിക്കും. അപ്പം ബാലേന്ദ്രമേനോൻ പറഞ്ഞ് ദേവദാസിനെ കൊണ്ട് പറഞ്ഞാൽ ഞാൻ പാട്ടൊക്കെ എഴുതിച്ചത്. അപ്പോൾ അത് സാരമില്ല, ഞാൻ ഇടപെടണ്ട. ജോൺസൺ തന്നെ ദേവദാസിനോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് യുക്തം പോലെ ചെയ്തേച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ജോൺസൺ എന്നോട് വന്നേച്ച് പറഞ്ഞു, ഇങ്ങനെ ദേവദാസ് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഞാൻ ട്യൂണിട്ട് അതിന് നമുക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ട്യൂണിട്ട് പാട്ട് എഴുതാൻ അത്ര പരിചയം പോരാ, പിന്നെ എങ്കിലും നമുക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പം ജോൺസൺ പറഞ്ഞ്, ശ്രമിച്ച് നോക്കി അത് വിജയിച്ചില്ലെങ്കിൽ നമുക്ക് ആ പാട്ട് തന്നെ ചെയ്യാം, പക്ഷെ നമുക്കൊന്ന് നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് പാങ്കരോ ഹോട്ടലിൽ വെച്ച് പുള്ളി ട്യൂൺ ഇടുക. അങ്ങനെ ട്യൂൺ ഇട്ട ആദ്യത്തെ പാട്ടാണ് നീ നിറയൂ ജീവനിൽ പുളകമായത്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് എഴുതിയപ്പം ജോൺസൺ പറഞ്ഞു, അപ്പം ഞങ്ങളോട് ട്യൂണിട്ട് എഴുതത്തില്ലെന്നൊക്കെ പറയുന്ന ചുമ്മാ അല്ലേ, ഇപ്പം വളരെ പെട്ടെന്ന് എഴുതിയില്ലേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ബാലേന്ദ്രമേനോൻ പറഞ്ഞ് സ്വപ്നം എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ചുമ്മാ പറഞ്ഞ് സ്വപ്നം വെറുമൊരു സ്വപ്നം, സ്വപ്നം സ്വപ്നം സ്വപ്നം. മേനോൻ പറഞ്ഞ് ഈ തുടക്കം ഇത് മതി. ഞാൻ പറഞ്ഞു, അതിപ്പം സ്വപ്നം സ്വപ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെ, അത് മതി, അത് ജോൺസൺ ഇപ്പോൾ ഒന്ന് ചെയ്യട്ടെന്ന് പറഞ്ഞു. അപ്പം ജോൺസൺ പെട്ടെന്ന് ഈ പാട്ടെടുത്തിട്ട് സ്വപ്നം വെറുമൊരു സ്വപ്നം. ഞാനും ജോൺസണും തമ്മിൽ നല്ല ഇതൊന്നായിരുന്നു. അപ്പോൾ ഈ കേൾക്കാത്ത ശബ്ദത്തിലെ കന്നിപ്പൂമാനം തന്നെ ഞങ്ങൾ രണ്ടുപേരും ട്രെയിനേ വരുന്ന വഴി ജോൺസണിനോട് പറഞ്ഞ്, ഞാനൊരു ട്യൂൺ ഇട്ട് വെച്ചപ്പോൾ ഉണ്ട്, കാസറ്റിലുണ്ട്, നമുക്കതൊന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ട്രെയിനിൽ വെച്ച് ഞങ്ങൾ ആ കാസറ്റ് ഇട്ട് കേട്ട് ട്രെയിനിൽ വെച്ച് എഴുതിയ പാട്ടാണ് കന്നിപ്പൂമാനം കണ്ണൻ നട്ട് ഞാൻ നോക്കിയിരിക്കുന്നത്.